ഹൈ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, അസനിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചക്കയിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ അമ്പാനുണ്ട് കൂടെ, കത്തി കാണിച്ചു കൊടുക്കുക. കത്തി എടുത്ത് വെട്ടാൻ പോവാണ് നമ്മൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകും. എല്ലാവരും താഴെ നിന്ന് സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഇതാണ്ടോ പ്ലാവ്, കാണിച്ചു തരാം. ഈ പ്ലാവിൽ 2-3 എത്രയോ ചക്കയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എത്ര ചക്ക ഇടുന്നുണ്ട്? അതെ, നമുക്കൊന്നും ചെയ്യുന്നത് നമുക്കല്ല ഇടുന്നോ. വേഗം നോക്ക്. നോക്കുന്ന പറയുകയാണെങ്കിൽ അത് മുകളിൽ കയറണം. കയറി നമുക്ക് കയറാറില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് കെട്ടിയിട്ട് ഇങ്ങനെ പറിച്ചിടാം. നമുക്ക് എന്തെങ്കിലും മുളയൊക്കെ എടുത്ത് സെറ്റാക്കാം. പ്ലാവ് ചെറുതായിട്ടൊന്ന് മാറ്റി വേറെ പ്ലാവിലോട്ട് വേറെ പ്ലാവിനാണ് വെട്ടുന്നത്. അത് നല്ല ഹൈറ്റാണ് നേരത്തെ. പോട്ടെ, വേഗം നോക്ക്. നമ്മളിവിടെ ദാച്ചപ്പൻ ശരിക്കത്തെ പേര് ഹൃദയ എന്നാണ്. അപ്പോൾ രാവിലെ പുലച്ചക്ക് 6 മണിക്ക് നമ്മൾ പോകാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്രയായി? 9 മണിയാനായിട്ടായി. 9 മണിയായി. ഇതിലിട്ടും ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇനി എപ്പോഴും ഇറങ്ങുമെന്ന് പറഞ്ഞില്ല. കയ്യെടുക്കടാ. എന്താ പറയുക, ഇവിടെ ഒരു പട്ടിയുണ്ട്, കാണിച്ചു തരാം. ലൂക്ക ഇത് മേത്തറ്, എനിക്ക് പേടിയാ. നമ്മളങ്ങനെ തോൽപ്പെട്ടി എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് കണിക്കൊന്നയാണ്, വിഷുക്കയില്ല. അപ്പോൾ കാണിച്ചു തരാം. 2 സൈഡിലും ഇവിടെ കുറേ കണിക്കൊന്ന, പിന്നെ വേറൊരു സംഭവം ഉണ്ട് കണിക്കൊന്ന. അതിന്റെ പേരെന്തേനും വേറെന്തോ ഒരു പേര് ഉണ്ട്, മഞ്ഞക്കൊന്നയോ അത്. അതിന്റെ ഈട് ഇതൊക്കെ അതിന്റെ ഇതാണ്. വെട്ടി നശിപ്പിച്ച പിന്നെയും മുളച്ച് വരുന്നുണ്ട്. കുരങ്ങന്മാർക്കും മറ്റേ മാനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഫൈനൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടിലിറങ്ങിയാലും ഫൈനാണ്. കുറച്ച് ചങ്ങായിമാരവിടുന്ന് കണിക്കൊന്ന പറക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ച് അപ്പോൾ ഓല് തന്ന്. നല്ല ആൾക്കാരായിരുന്നു അല്ലേ? വണ്ടി ഓടിക്കാണ്, എന്നെക്കൊണ്ട് ഇടങ്ങാറാക്കുന്നില്ല. അപ്പോൾ ചേച്ചി ഇവിടെയൊക്കെ എപ്പോൾ ആണെങ്കിലും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളൊരു പ്രാവശ്യം ഇവിടുന്ന് ഓടിപ്പിച്ചിരിക്കുന്നു സ്കൂട്ടറിൽ പോകുമ്പോൾ. അന്ന് നൈറ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ആനയൊന്നും കാണൂല. എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് തുടങ്ങിയില്ല. എല്ലാം ഉൾക്കാട്ടിലോട്ട് പോയിക്കുണ്ടാവും. ആ കുരങ്ങനാ? അതുകൊണ്ടോ കുറേ കുരങ്ങന്മാരെ അതേണ്ടോ ഒരു മറ്റേ എന്തുപോലെ കുരങ്ങ, സിംഹവാല കുരങ്ങ. തോൽപ്പെട്ടി എത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് നല്ല പൈനാപ്പിൾ. അവിടെ കണ്ടോ ഫുള്ള് കണിക്കൊന്നേനാണ് കേട്ടോ. അവിടെ വരുന്ന വഴിക്ക് നമ്മൾ കണ്ട മറ്റേ പറിക്കുന്ന അടുത്തുനിന്ന് നമ്മൾ ചോദിച്ചു നോക്കിയപ്പം ചെറിയൊരു പീസ് എടുത്തു തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എന്തൊക്കെയാണ് ഇതാച്ചപ്പാ? നമ്മളിപ്പോ ചക്ക ഉറങ്ങി എണീറ്റാണ് ഇപ്പോൾ. നമ്മൾ നേരെ കുട്ടത്തിരിക്കും. കുട്ട വഴി അങ്ങനെ ഹസനിലോട്ട് നോക്കടാ. ആരോട് വരുന്ന വഴിക്ക് നമ്മൾ കുറേ മാനയൊക്കെ കണ്ടിക്കുന്നു. ആ മറ്റേ സിംഹവാലക്കുറങ്ങനെ കാണിച്ചു തന്നപ്പോൾ ആ മാനെ കാണിക്കാൻ പറഞ്ഞു. ഇനി പോകുന്ന വഴിക്കൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കർണാടകയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കാപ്പിയാണ് കേട്ടോ. നമ്മളെ ഈ കൂർഗ് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് കാപ്പിയും കുരുമുളക് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മളെ മറ്റേ ഈ കാപ്പിയൊക്കെ സെറ്റാക്കുന്ന ഓരോ സംഭവം കേട്ടോ. കാപ്പി ഉണക്കിയിട്ട് പൊടിയൊക്കെ ആക്കുന്ന അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, വളരെ 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 എന്താണ് മോശം അവസ്ഥയാണ്. ഇവരിത് നന്നാക്കലൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞാൻ പണ്ടൊക്കെ വരുമ്പോഴും ഇങ്ങനെ തന്നെ, ഇപ്പോഴും ഇങ്ങനെ തന്നെ. നമ്മൾ കുട്ട എത്തിക്കുന്നുണ്ട് കേട്ടോ. കുട്ട ചെക്ക് പോസ്റ്റാണിത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് എടുക്കണം. റൈറ്റ് നേരെ പോയ ഇടത്തും തിത്തിമതി ആ ഫോറസ്റ്റ് അങ്ങോട്ടുള്ള അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നേരം പോകാൻ പറ്റും. നേരെ പോയാൽ പൊന്നമ്പേട്ട് അങ്ങനെ പോകും. അത് കുറച്ച് ലോങ്ങാണ്. അപ്പോൾ ഇതൊരു ഇതിൽ കൂടെ പോയാൽ നമുക്ക് വേഗം എത്താൻ പറ്റും. പിന്നെ അത് ചെറിയൊരു റോഡാണ്. ഇത് കാണിച്ചു തരാം പോകുന്ന വഴിക്ക് ഓരോ സംഭവങ്ങളൊക്കെ. ആ കുട്ട ബസ് സ്റ്റാൻഡ് റൈഡേഴ്സിനെ കാണാം ഗൈസ്. കുറേ ആൾക്കാരുണ്ടല്ലോ. ഇത് നേരെ പോയി നമ്മളെ നാഗർഹോള ഫോറസ്റ്റ് അതിൽ കൂടെ അങ്ങനെ HD കോട്ട അവിടെ എത്തു. ഇതിൽ കൂടി ഇതല്ലേ ഇതല്ല വഴി എന്തല്ലോ ഇതാണെന്നാണ് തോന്നുന്നത്. മാപ്പ് നോക്കി നോക്ക്. മാറിപ്പോയി. അടുത്ത ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്.
അതെ ഇവിടെ ഇതിലെ കൂടെ നേരെ പോയാല് നമ്മളെ നാഗർഹോള അതാ കണ്ടോ നാഗർഹോള. ഇത് നമ്മളെ മറ്റേ തിത്തിമത്തി. ഈ തോട്ടത്തില് ഫുള്ളും മറ്റേ ഓറഞ്ചും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതന്നെ ഓറഞ്ചിന്റെ തോട്ടം ഇത്. കാപ്പിന്റെ ഇടയിലൊക്കെ ഓറഞ്ചൊക്കെ ഉണ്ട്. കൊടക് ഓറഞ്ച് അതന്നെ ചെറിയ. ഇത് നമ്മളെ അറബിക് കാപ്പിയാണ്. കാപ്പിനെക്കാട്ടും വലുതാണ്. ഇവിടെ ഫുള്ള് മരം കേട്ടോ അതിന്റെ. പിന്നെ അത് കായും ഉണ്ടാവുകയും ചെയ്യും. അത് പൊടിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അതിന്റെ മരം കേട്ടോ. ഇത് വെട്ടിക്കൊടുക്കാത്തോണ്ടാണ് ഇങ്ങനെ വലിയ മരമായേ. ഇല്ലെങ്കിൽ നമ്മളെ സാധാ കാപ്പിനെ പോലെ അതൊക്കെ പോലെ ഉണ്ടാവും. ഇതൊക്കെ തന്നെയുണ്ടോ. നമ്മളിനിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും വയലൊക്കെയാണ്. കാണിച്ചു തരാം. ഈ വളവ് കഴിഞ്ഞാൽ സ്ഥലത്തും. ഇതാട്ടോ സ്ഥലം. നല്ല രസമല്ലേ കാണാൻ. അവിടെയൊക്കെ മറ്റേ മുളേൻ്റെ കേട്ടോ സൈഡ് കാണുക. ഇത് നെട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് ഇനി ബാളല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നമ്മളങ്ങനെ തിത്തിമത്തി ആ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. മൃഗങ്ങളൊക്കെ ഇവിടെ കുറവേ ഇരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞേ. എന്തായാലും നല്ല രസമാണ്. അതന്നെ വൈബുള്ള സ്ഥലമാണ് ഇങ്ങനെ പോവാൻ. കുറേ കുരങ്ങന്മാരെ കാണാൻ പറ്റും. അന്ന് നമ്മൾ വന്നപ്പോൾ കുരങ്ങന്മാരല്ലാണ്ട് വേറെ ഒന്നിനും കണ്ടിട്ടില്ല. ഇവിടെ ആന ഉണ്ടെന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ആനനെ വളർത്തുന്ന ഒരു കേന്ദ്രം ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടാവുമായിരിക്കല്ലോ. സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ വെയിലും കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം നല്ല വെയിലൊക്കെ ആയിട്ട് ചൂടേനു. ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് പോകാൻ പറ്റിയേ. എന്താ കാട്ടുപോത്താ പശു അല്ലേ? കാട്ടാടോ. വീടല്ലേ കുറച്ച് ഇങ്ങനെ ഈ അമ്പത് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത 50 രൂപ. അവിടെയാണ് ആനനെ വളർത്തുന്ന സംഭവം. ആന ഉണ്ടോ നോക്കട്ടെ. ഇല്ലല്ലേ കുറച്ചും കൂടി അപ്പുറത്തുണ്ടാവുന്നു. അന്ന് നമ്മളൊരു ആനനെ കണ്ടല്ലേ. നോക്കി നോക്കാം നമുക്ക്. അവിടെ കാണുന്നില്ലല്ലേ. ആനേനെയൊന്നും കാണുന്നില്ല. നമുക്ക് ഇനി പോകുന്ന വഴിക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനേനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കുറച്ച് മാനിനെ കാണുന്നുണ്ടായിരുന്നു. മാനെ കണ്ട് സന്തോഷമായി. ഇത് തിത്തിമത്തി ചെക്ക് പോസ്റ്റ് ആണോ ഇത്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോണ്ടേ. ആ മരത്തിൽ കണ്ടോ ഒരുമാതിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സംഭവം. എന്താ അറിയില്ല. അത് എവിടെയൊക്കെ ഉണ്ട്. അത് ആ മരത്തിലുള്ള കായാണെന്നാണ് തോന്നുന്നത്. ഇതൊരു സംഭവമാണ്. അങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് കൃഷിയൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളാണ്. ഇതുണ്ട്. അത് ചോളവും പിന്നെ എന്തെല്ലാം ഉണ്ട്. ചോളം മാത്രമേ മരിയൊക്കെ കാണുന്നുള്ളൂ. ഇത് നമ്മളെ മറ്റേ ഇത് സിൽവർ അല്ലേ മരം. നമ്മളങ്ങനെ പെരിയോട്ടണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് പുകയില കൃഷി എന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇതൊക്കെ പുകയിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടേക്ക് എന്തെല്ലോ പൂക്കൾ എന്തെല്ലോ ഉണ്ട്. അങ്ങൊരു കുന്ന് കാണുന്നില്ലേ. അതേത് കുന്നാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് തണലത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഇവിടെ ഫുള്ള് കൃഷിക്ക് വേണ്ടി ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളും കൃഷി തന്നെയാണ്. അവിടെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പോവാനേ. ഇതെന്താ സാധനം? ഇത് എന്താണ്? അത് എന്തിൻ്റെ പൂക്കുവാന്നൊന്നും അറിയില്ല കേട്ടോ. എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ അപ്പുറത്ത് ക്യാബേജൊക്കെ കേട്ടോ. അത് എന്തിൻ്റെന്ന് അറിയില്ല. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് മെല്ലെ പോവാം. നല്ല വെയിലുണ്ടോ. അങ്ങനെ നമ്മൾ അസലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കാണിച്ചു തരാൻ അടിപൊളി സ്ഥലമാണ്. ഇതുണ്ടോ ഒരു ചുരം വൈബാണ് കേട്ടോ. ഇത് ഇതിൻ്റെ 3 വണ്ടി, 2 മുമ്പിൽ 1 ബാക്കിലുണ്ട്. വലിയ വണ്ടി കേട്ടോ. ഇനി 24 ടയറുണ്ട്. അപ്പോൾ സ്ഥലം അടിപൊളിയാണ്. ഓരോ ഈ പാറകളൊക്കെ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ്. കോറികളും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ്.
പിന്നെ ഇതേറ്റത്തെ കുറേ യൂക്കാലിൻ്റെ ഓരോ മരങ്ങളും ഉണ്ട്. ഒരു കാട് പോലെയൊക്കെ തന്നെ, പക്ഷേ പാറുള്ള കാടില്ലേ. അങ്ങനെ നമ്മൾ ഹനുമനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാ അതന്നെ ഹനുമാന്റെ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇന്ന് ഹനുമാൻ ജയന്തിയും കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ പരിപാടി പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഉച്ചയാണ്, വൈകുന്നേരമായ ഉണ്ടാവായിരിക്കും, ഇപ്പം ഉണ്ടാവും അറിയില്ല. അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട്. നമുക്കിനി ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇവിടെ ഒരു ഇതുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫാക്ടറിയാണ്. ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ഇതൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം, കുറച്ച് മുമ്പിലോട്ട് പോയാൽ കറക്റ്റ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്നാണ് തോന്നുന്നത്. ഇവിടെ അതിലെ അവിടെ കണ്ട കുറേ കഴുങ്ങൊക്കെ ഇട്ട് അതിൻ്റെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇങ്ങനെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. സൈഡിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി ഇത് കേട്ടോ. ഓരോ ഫാക്ടറീൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ. നല്ല റോഡില്ലേ. ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 5-6 കിലോമീറ്റർ പോയാൽ സ്ഥലത്തും. കണ്ട അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ സംഭവത്തിൻ്റെ ഇതാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല, നമ്മളെ പുറകെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഓലിപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ കുട്ട കഴിഞ്ഞെന്നാ പറഞ്ഞേ. ഓലിന് എന്തായാലും ഇരുടാവായിരിക്കും എത്താൻ. അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വേണം കഴിക്കാനൊക്കെ. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു സംഭവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ എത്തിയിട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ഹസൻ സിറ്റിയിലോട്ട് കയറാൻ പോവാണ്. വെൽക്കം ടു ഹസൻ സിറ്റി. നമ്മളിവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് പോവാണ്. എങ്ങോട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എടുത്ത ഓരോ കാഴ്ചകളായിട്ട് നമ്മൾ ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം.